സ്വാലി, കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പി കെ ഫിറോസ് വാർത്താ സമ്മേളനം വിളിച്ചു. ജലീൽ ഉന്നയിച്ച വസ്തുതകളെല്ലാം ഒടുവിൽ ഫിറോസ് സമ്മതിക്കുന്നത് നമ്മൾ കണ്ടു. അതിന്റെ തുടർച്ചയിൽ കെ ടി ജലീലിന്റെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുത്ത വിഷയം എടുത്തിട്ടത്. പക്ഷേ ആ വിഷയം ഇപ്പോൾ ലീഗിന് നേരെ, യു ഡി എഫിന് നേരെ തിരിഞ്ഞു വരുന്നതാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെ പ്രതിരോധത്തിലാക്കാനാണ് ഇത്തരത്തിലൊരു ആരോപണം പി കെ ഫിറോസ് നടത്തിയത്. പക്ഷേ ഭൂമി ഏറ്റെടുത്തത് 2016 ഫെബ്രുവരി 17 മലപ്പുറം കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുന്നത്. ഒരു സെന്റിന് 1,70,000 രൂപ നൽകി ഈ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് ഈ യോഗത്തിലാണ്. മറ്റു 2 ഭൂമികൾ കൂടി നിർദ്ദേശമുണ്ടായിരുന്നു. അത് ഒഴിവാക്കി ഈ ഭൂമി തീരുമാനിക്കുകയായിരുന്നു. ഈ യോഗത്തിൽ വെച്ച് ഭൂവുടമകളുമായി സർക്കാരിന്റെ പ്രതിനിധി ഒപ്പുവെക്കുകയും ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് ഉമ്മൻചാണ്ടിയാണ്, വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബ്ബുമാണ്. അന്ന് തിരൂർ MLA മുസ്ലിം ലീഗ് നേതാവ് സി മമ്മൂട്ടിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത് അതിനുശേഷം LDF സർക്കാർ അധികാരത്തിലെത്തി 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ വകുപ്പിലേക്ക് അദ്ദേഹം മാറുന്നത്. അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയമാണ് ഇടപെട്ടു എന്ന തരത്തിൽ ഇന്നലെ പി കെ ഫിറോസ് പറഞ്ഞത്. ഇടത് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ഭൂമി വീണ്ടും പരിശോധിച്ചിരുന്നു. അത്രയും വില ഇതിന് നൽകേണ്ടതില്ല എന്ന് കണ്ടെത്തി 1,60,000 കുറച്ചു. ഏതാണ്ട് 1,70,00,000 രൂപ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്നറിയാവോ സ്വാലിഹ? പി കെ ഫിറോസ് ഈ ആരോപണങ്ങളൊക്കെ ചുമ്മാ വന്ന് വെറും കൈയോടെ ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷേ ജലീൽ അതിന് മറുപടി നൽകുന്നത് കൃത്യമായ രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ്. ഇപ്പോൾ ഡോക്ടർ കെ ടി ജലീൽ പുറത്തുവിട്ട രേഖയനുസരിച്ചാണെങ്കിൽ വില നിർണ്ണയ സാക്ഷ്യപത്രമാണ്. അതായത് 22/2/2016 മലപ്പുറം കളക്ടറേറ്റിൽ എടുത്ത തീരുമാനത്തിന്റെ വിലനിർണ്ണയ സാക്ഷ്യപത്രമാണ്. മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് വെട്ടം വില്ലേജിലെ കുറച്ച് സർവേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ സർവേ നമ്പറുകളിൽപ്പെട്ട വസ്തു മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിന് ജില്ലാതല വിലനിർണ്ണയ സമിതി യോഗം ചേർന്ന് ഭൂ ഉടമകളുമായി ചർച്ച നടത്തിയതിൽ സെന്റ് ഒന്നിന് 1,70,000 രൂപയ്ക്ക് വില കൊടുത്ത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ജില്ലാ കളക്ടറുടെ ഒപ്പുള്ള രേഖയാണ് ഇപ്പോൾ കെ ടി ജലീൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഈ പി കെ ഫിറോസ് വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു, എന്തൊക്കെയോ ഇങ്ങനെ രേഖകളൊന്നും ഇല്ലാതെ വിളിച്ചു പറയുന്നു. പക്ഷേ ജലീൽ മറുപടി കൊടുക്കുന്നത് കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. തീർച്ചയായും കെ ടി ജലീൽ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ നിയമസഭയിൽ തന്നെ അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളാണ് ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ. അതിൽ സഭാ രേഖകൾ തന്നെ അദ്ദേഹം ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പി കെ അബ്ദുൾ റബ്ബിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു കാര്യം നടന്നത് എന്നത് പോലും പരിശോധിക്കാതെയാണ് ഈ ഒരു ഇത്തരത്തിലൊരു ആരോപണം പി കെ ഫിറോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സ്വാഭാവികമായും സി മമ്മൂട്ടിയെ പോലുള്ള അല്ലെങ്കിൽ പി കെ ഇവിടെ ഈ സി മമ്മൂട്ടിയും പി കെ അബ്ദുറബും ഒക്കെ ഈ വിഷയമൊക്കെ നാട്ടുകാർ മറന്നല്ലോ എന്ന സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പി കെ ഫിറോസ് പോയിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതും ഇപ്പോൾ അവരെല്ലാം വീണ്ടും പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് അവരുടെ കാലത്താണ് ഇത് നടന്നത് എന്നതിന്റെ ജാള്യത്തിലേക്ക് വരികയും ചെയ്യുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച കെ ടി ജലീൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അതേസമയം തന്നെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ദുബൈയിലെ 3 കമ്പനികൾ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു 2 കമ്പനികൾ, ഇതിന്റെ എല്ലാം രേഖകൾ, എങ്ങനെയാണ് ഇവിടെയൊക്കെ നിക്ഷേപത്തിന് ഇയാൾക്ക് സാധിച്ചത്. ഇന്നലെ കെ ടി ജലീൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, PV അബ്ദുൽ വഹാബിന്റെ മകനാണെങ്കിൽ ഞങ്ങൾ ഇത് പറയില്ലായിരുന്നു, അവർക്ക് പരമ്പരാഗതമായി സ്വത്തുള്ളവരാണ്. അതേസമയം എങ്ങനെയാണ് പി കെ ഫിറോസിന് ഇത്ര സ്വത്തുണ്ടായത്, അത് എവിടെ നിന്നാണ് ഈ പണം ഉണ്ടായത്, ആ സ്രോതസ് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പലതരം ബിസിനസ്സുകൾ, ME ഫ്രൈഡ് ചിക്കൻ ഉൾപ്പെടെയുള്ള വിവിധ അതിന്റെ 2 ഫ്രാഞ്ചൈസികൾ ഉൾപ്പെടെയുള്ള വിശദമായ രേഖകൾ സഹിതമാണ് കെ ടി ജലീൽ രംഗത്ത് വന്നത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി എടുത്ത തീരുമാനം അത് പി കെ ഫിറോസ് തന്നെ വിശദമാക്കട്ടെ എന്ന ഒരു നിലപാടെടുക്കുകയായിരുന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്ര വലിയ ആരോപണം വന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. ഇന്നലെ അദ്ദേഹം മലപ്പുറത്തുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് ഇനി ആ നിലപാട് തുടർന്നു പോകാൻ ലീഗിന് കഴിയുമോ? കാരണം ഇപ്പോൾ ഇതാ അബ്ദുറബ് ഈ വിഷയത്തിലേക്ക് വരികയാണ്. സി മമ്മൂട്ടി എന്ന് പറയുന്ന MLA ആയിരുന്ന നേതാവ് അദ്ദേഹം ഈ വിഷയത്തിലേക്ക് വരികയാണ്. ഫിറോസ് ഇവരെല്ലാം കൊണ്ട് വലിച്ചിട്ടിരിക്കുകയാണ്.
ചോദിക്കുകയാണ്. ഇനി അവരൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? അബ്ദുറബ്ബ് രാവിലെ എനിക്ക് പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ പറയുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ആ രേഖ ഇപ്പോൾ ഡോക്ടർ ജലീൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരവസ്ഥ നോക്കിക്കേ സ്വാലിഹ്. മലപ്പുറത്തെ CPI-യും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരൊക്കെ ഇത് വളരെ സജീവമായ വിഷയമാക്കുന്നു. കാരണം മലയാളം സർവകലാശാല വിഷയം 2019, 2020 കാലത്തൊക്കെ വളരെ സജീവമായി ചർച്ചയാവുകയും നിയമസഭയിൽ തന്നെ ഈ രേഖകളൊക്കെ എത്തുകയും ചെയ്ത ഒരു സംഭവമാണ്. അത് ഈ ഒരു ഘട്ടത്തിൽ അത് കൊണ്ടുവന്നത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഇത് കൊണ്ടുവന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഒരു വിലയിരുത്തൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തന്നെയുണ്ട്. മുതിർന്ന നേതാക്കളെ വീണ്ടും സംശയത്തിന്റെ നിഴലിലേക്ക് വലിച്ചിടുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം രീതിയിൽ ഇക്കാര്യം ഈ പണത്തിന്റെ സ്രോതസ്സോ മറ്റോ വിശദീകരിക്കുന്നതിന് പകരം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇതുവരെ ഇത്തരത്തിൽ ഉന്നയിക്കാത്ത ഒരു ആരോപണവുമായി PK ഫിറോസ് എത്തിയത് തന്നെയാണ് വലിയ അസ്വസ്ഥത. അല്ല, ഞാനോ കുടുങ്ങി, എന്നാൽ ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകണ്ട, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കൂടെ പോരെ എന്നതാണോ ഇപ്പോൾ ഫിറോസിന്റെ നിലപാട്? അല്ല, ഇത് ഈ പണി കണ്ടിട്ട് ചോദിച്ചതാണ്. ഇതിനകത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ PK ഫിറോസ് എടുക്കുന്ന ഒരു നിലപാട് സ്വാഭാവികമായും അദ്ദേഹം ഇക്കാര്യത്തിൽ എങ്ങനെയാണെങ്കിലും അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നടത്തിയ സാമ്പത്തിക ഫണ്ട് സമാഹരണങ്ങളെല്ലാം തന്നെ പല കത്തുവ ഉന്നാവോ ഉൾപ്പെടെ വലിയ ഫണ്ട് സമാഹരണങ്ങൾ, ധോത്തി ചലഞ്ച് ഉൾപ്പെടെ എല്ലാം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. അതിന് കാരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആണ്. അത് വിശദീകരിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ എന്നൊരു നിലപാട് മുസ്ലിം ലീഗ് എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പുതിയ ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി പരിശോധിക്കാതെയാണ് PK ഫിറോസ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് എന്നതാണ്. അദ്ദേഹം ഇതിൽ പ്രധാനമായി കണ്ടെത്തിയത് അതിലൊരു തിരുത്തുണ്ട്. സ്വാലി ഇപ്പോൾ പറഞ്ഞൊരു തിരുത്തുണ്ട്. ഈ PK ഫിറോസിന്റെ ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ രേഖകൾ പരിശോധിക്കുകയോ രേഖകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ രേഖകൾ ഹാജരാക്കിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകില്ലായിരുന്നല്ലോ. ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഡോക്ടർ ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് ഇതാ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, എന്റെ ഭാഗത്ത് കൃത്യമായ രേഖകളുണ്ട് എന്ന് ഹാജരാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയായും ഇതിനകത്ത് PK ഫിറോസ് പോയി, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ വിഷയം ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം, ഈ ഭൂമി കൈമാറിയ ആളുകൾ ഇടതുപക്ഷവുമായി ബന്ധമുള്ള ആളുകളാണ്. അത് ഈ സർക്കാരിന് ഈ ഭൂമി കൈമാറിയ, അതല്ലെങ്കിൽ അന്ന് മമ്മൂട്ടിയും PK അബ്ദുൾ റബ്ബും എല്ലാം ജില്ലാ കളക്ടറുടെ ചേംബറിലിരുന്ന് ഈ ധാരണയുണ്ടാക്കുകയും ഈ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്ത ആളുകൾ താനൂരിൽ നിന്ന് അന്ന് MLA ആയിരുന്ന, ഇപ്പോൾ മന്ത്രിയായ അബ്ദുറഹ്മാന്റെ സഹോദരന്റെ മക്കളുണ്ട്. അതോടൊപ്പം തന്നെ തിരൂരിൽ നിന്ന് മത്സരിച്ച ഗഫൂർ P ലില്ലീസ്, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ഗഫൂർ P ലില്ലീസിന്റെ ബന്ധുക്കളും മറ്റും ഇതിനകത്തുണ്ട്. ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചാണ് ഇതിൽ KT ജലീലിനെ കൂടി ഇറക്കി PK ഫിറോസ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഇന്നലെ അടിച്ചുവിടുന്നത്. പക്ഷേ ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് നിയമപരമായി ഈ ഭൂമി കൈമാറുന്നതിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗലായി ഇതിനകത്തൊന്നും നടന്നിട്ടില്ല എന്ന് പിന്നീട് സുപ്രീം കോടതി വരെ പോയി അത് തള്ളിപ്പോയ കേസുകളാണ്. സംസ്ഥാന സർക്കാർ ഇതിനൊരു കമ്മീഷനെ വെച്ചിരുന്നു. ആ കമ്മീഷൻ ഇത് പരിശോധിച്ച ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും പിന്നീട് നിലവിലില്ല എന്ന് ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അത് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്തതാണ്. അതേസമയം ഇതിനകത്ത് ഉപയോഗശൂന്യമായ ഭൂമി ഉണ്ടായിരുന്നു, 4 ഏക്കറിലധികം ഉണ്ടായിരുന്നു. അത് ഇടതുമുന്നണി സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഭൂമിക്ക് വില കൂടുതലാണ്. ഒരു സെന്റിന് 10,000 രൂപ വെച്ച് കുറച്ചാണ് പിന്നീട് ഈ ഭൂമി ഭൂവുടമകൾക്ക് നൽകിയത്. നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഈ ധാരണ UDF സർക്കാർ എടുത്ത തീരുമാനം തിരുത്തിയാണ് ഇടതുമുന്നണി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. മറ്റു ചില കാരണങ്ങളാൽ സാമ്പത്തികമായും ഒക്കെ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകളുടെ ഭാഗമായാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ വൈകിയത്. ഗ്രീൻ ട്രിബ്യൂണലിന്റെ, ഹരിത ട്രിബ്യൂണലിന്റെ വരെ അനുമതി കെട്ടിട നിർമ്മാണത്തിന് ഈ ഭൂമിക്ക് ഇടതു സർക്കാരിന്റെ കാലത്ത് ലഭിച്ചിട്ടുണ്ട്. ഇതിന് തറക്കല്ലിടലും കഴിഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ തന്നെ ഇത് നിർമ്മാണം പൂർത്തിയാക്കും, അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് ഇന്നലെ KT ജലീൽ പറഞ്ഞത്. ഏതായാലും PK ഫിറോസ് ഇക്കാര്യത്തിൽ പറഞ്ഞ് പെട്ടിരിക്കുകയാണ് സത്യത്തിൽ. മനു.